ഗവി എന്ന ടൂറിസ്റ്റ് സ്ഥലം കാണാത്തവരോ കുറഞ്ഞപക്ഷം അതേക്കുറിച്ച് കേൾക്കാത്തവരോ തന്നെ വളരെ കുറച്ചാളുകൾ മാത്രമേ കാണുള്ളൂ. നമുക്കറിയാം KSEBിയുടെ ഒരു ചെറിയ ഡാമാണ് ഈ ഗവി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. പക്ഷേ വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണത്. അവിടുത്തെ കോടമഞ്ഞിന്റെ തണുപ്പും അവിടുത്തെ ആ ഹരിത നിറവുമൊക്കെ ആസ്വദിക്കാനാണ് എല്ലാവരും അവിടേക്ക് പോകുന്നത്. വാസ്തവത്തിൽ ഗവി എന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ഗവി യാത്ര എന്നത് അങ്ങമൂഴിയിൽ നിന്നും മൂഴിയാർ ഡാം, അതേപോലെ തന്നെ പവർ ഹൗസ്, ശബരിഗിരി പവർ ഹൗസ്, മൂഴിയാർ കോളനി, കക്കി ഡാം, ആനത്തോർ ഡാം, പമ്പ ഡാം തുടങ്ങി നിരവധി ഡാമുകളും അനുബന്ധ പെൻസ്റ്റോക്ക് പൈപ്പ് റൂട്ടുകളും ടണൽ മുഖങ്ങളും ഒക്കെ കണ്ട് പതുക്കെ കാടിന്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ യാത്രയാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി. ആങ്ങാമൂഴിയിൽ നിന്നും മൂഴിയാർ, കക്കി, പമ്പ വഴി വണ്ടിപ്പെരിയാറിലേക്ക് ഒരു നല്ല റോഡ് ഉള്ളതുകൊണ്ടാണ് ഈ യാത്ര നമുക്ക് ആസ്വാദികരമായി തീരുന്നത്. എന്നാണ് ഈ റോഡ്, അങ്ങനെ ഒരു റോഡ് ഉണ്ടായത്? ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു റോഡ് ഉണ്ടാവാൻ കാരണം? ഇതല്ലാതെ മറ്റേതുവഴിയായിരുന്നു ആദ്യമേ ഈ ഗവിയിലേക്ക് പോകുവാനായി അല്ലെങ്കിൽ കൊച്ചുപമ്പയിലേക്ക് പോകുവാനായി ഒരു റോഡ് ഉദ്ദേശിച്ചിരുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മൊത്തത്തിൽ ശബരിഗിരി പ്രോജക്റ്റിന്റെ ഒരു കഥ, അല്ലെങ്കിൽ കക്കിയുടെയും ഗവിയുടെയും ഒരു കഥയാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സക്കീർ സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഈ പമ്പയാറ്റിലെ വെള്ളവും തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടുവാനായി തമിഴ്നാടിന്റെ ചില പരിശ്രമങ്ങളൊക്കെ ഉണ്ടായി. അക്കാലത്ത് തന്നെ നമുക്കറിയാം, പമ്പയാറിന്റെ തൊട്ടടുത്തുള്ള കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിലെ വെള്ളം മുല്ലപ്പെരിയാറിൽ അണയൊക്കെ കെട്ടി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി തുടങ്ങി കഴിഞ്ഞിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പമ്പ നദീതടത്തിലെ വെള്ളം കൊണ്ടുപോകാൻ പല ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അത് നടന്നില്ല. 1946 അന്നത്തെ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് അവിടെ ഒരു വലിയ പമ്പ നദീതടത്തിൽ ഒരു വലിയ ജലവൈദ്യുതി പദ്ധതിയുടെ സാധ്യതാ പഠനങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുകയും ഏകദേശം 250 മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യോത്പാദനം അവിടെ നടത്തുവാൻ സാധിക്കുമെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ ചില പ്രപ്പോസലുകളൊക്കെ സമർപ്പിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആദ്യകാലങ്ങളിലെ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒക്കെ സാമ്പത്തിക പരാധീനത കാരണം ഇത്തരം വൻകിട ജലവൈദ്യുത പദ്ധതികളൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തേക്കാണ്, അതായത് 1956 മുതൽ 61 വരെയുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടത്താമെന്നാണ് നമ്മുടെ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ തീരുമാനിച്ചത്. അതനുസരിച്ച് ഈ പമ്പ ജലവൈദ്യുത പദ്ധതി എന്ന ഒരു പദ്ധതിയുടെ അതിന്റെ ഒരു 1-ാം ഘട്ട അനുവാദം 1958 പ്ലാനിംഗ് കമ്മീഷൻ നമുക്ക് നൽകുകയുണ്ടായി. പമ്പ നദീതടത്തിൽ നിലവിലുള്ള ഡാമുകളെ കുറിച്ച് നാം 18-ാം എപ്പിസോഡിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അത് കേട്ടിട്ടില്ലാത്തവർ അതുകൂടി കേട്ടിട്ട് ഈ വീഡിയോ കേൾക്കുന്നതായിരിക്കും കൂടുതൽ പ്രയോജനപ്രദം ആവുക എന്ന് എനിക്ക് തോന്നുന്നു. പമ്പ നദീതടത്തിലെ ഈ 1-ാം ഘട്ട പദ്ധതി എന്ന് പറയുന്നത് പമ്പ ജലവൈദ്യുത പദ്ധതി എന്ന പേരിൽ ഒരു 70 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പവർ ഹൗസ് പമ്പ നദിയിലെ ജലം ഇന്നത്തെ പമ്പ ഡാം സ്ഥിതി ചെയ്യുന്ന കൊച്ചുപമ്പ സ്ഥലത്ത് ഒരു അണ കെട്ടി പമ്പ ഡാം നിർമ്മിച്ച് അതിന്റെ ജലം ടണലും പെൻസ്റ്റോക്കും വഴി താഴെ കക്കിയാറിന്റെ തീരത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു ശാന്തിമല എന്ന സ്ഥലത്ത് ഒരു പവർ ഹൗസ് നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു 1-ാം ഘട്ടം. അത്തരം ഒരു 1-ാം ഘട്ട പദ്ധതിക്കാണ് 1958 അനുവാദം ലഭിച്ചത്. നമുക്ക് 2-ാം ഘട്ടമായി കക്കിയിലെയും ഒക്കെ വെള്ളം ചേർത്ത്, അതുപോലെ ഓഗ്മെന്റേഷൻ ഡാമുകളിലെ ഒക്കെ വെള്ളം ചേർത്ത് ഒരു വലിയ സംഭരണശേഷിയുള്ള അണക്കെട്ട് 2-ാം ഘട്ടമായി വിഭാവനം ചെയ്തിരുന്നുവെങ്കിലും നമുക്ക് അനുവാദം കിട്ടിയില്ല. അനുവാദം കിട്ടാത്തതിന്റെ കാരണം ഒരുപക്ഷെ തമിഴ്നാടിന് ഈ നമ്മുടെ വെള്ളത്തിന്മേൽ ഒരു വലിയ കണ്ണുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കേരളത്തിലെ വെള്ളത്തിൽ എന്നും തമിഴ്നാട്ടിന് ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഞാനിപ്പോ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ മാത്രമല്ല, കേരള അതിർത്തിയിൽ കയറി ചാലക്കുടി നദീതടത്തിൽ പെരുവാരിപ്പള്ളം, പറമ്പിക്കുളം, തുണക്കടവ് എന്നീ സ്ഥലങ്ങളിൽ അണകെട്ടി അത് പറമ്പിക്കുളം നിന്ന് തിരിച്ച് ആളിയാർ ഭാഗത്തേക്ക്, പറമ്പിക്കുളം ആളിയാർ പദ്ധതി എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ധാരാളം കൃഷിക്കാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ അച്ചൻകോവിലാറിലെ വെള്ളത്തിലും അവർക്ക് നല്ല ഒരു കണ്ണുണ്ട്. അതിന് വൈപ്പാർ പദ്ധതിയിലെ കാര്യങ്ങളൊക്കെ നാം കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ വിശദമായി പറയുകയുണ്ടായി. 1-ാം ഘട്ട അനുവാദം കിട്ടിയ ഉടൻ തന്നെ തമിഴ്നാട് ഈ വെള്ളം അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ കേരള സർക്കാരും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ 1-ാം ജനറേഷനിൽപ്പെട്ട സിവിൽ എഞ്ചിനീയർമാരും കൈകോർത്ത് ഉണർന്ന് പ്രവർത്തിച്ച് ഈ പമ്പ നദീതടത്തിന്റെ പമ്പ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയുണ്ടായി.
നമുക്കറിയാമല്ലോ, ഇന്ന് തന്നെ കൊടുങ്കാടാണ് ഗവിയും പമ്പയും കക്കിയും ഒക്കെ. അപ്പോൾ അന്ന് എത്രമാത്രം കാടും എത്രമാത്രം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ റോഡുകളൊന്നുമില്ല. അപ്പൊ ഒരു വലിയ പ്രോജക്റ്റിന് ആദ്യം തന്നെ വേണ്ടുന്നത് നല്ല റോഡുകളാണ്. സ്വാഭാവികമായിട്ട് പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ ഉള്ള റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചു. അപ്പോ പവർ ഹൗസിലേക്ക് പോകുവാനായിട്ട് പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന വഴി നമുക്കറിയാം, പ്ലാഹ കഴിഞ്ഞ് പ്ലാപ്പള്ളി ഉണ്ട്. പ്ലാപ്പള്ളിയിൽ നിന്നും ഒരു 17 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ പ്ലാന്തോട് എന്നുള്ള അതേ റൂട്ടിൽ തന്നെ പ്ലാന്തോട് എന്നുള്ള സ്ഥലമുണ്ട്. ഈ പ്ലാന്തോട് വന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് ഒരു 13 കിലോമീറ്റർ സഞ്ചരിച്ച ഇടയ്ക്ക് കക്കിയാറിനെ ക്രോസ് ചെയ്യണം. അങ്ങനെ 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ശാന്തമല, ഞാൻ നേരത്തെ ശാന്തിമല എന്നാണ് പറഞ്ഞത്, ശാന്തിമലയല്ല, ശാന്തമല എന്നുള്ള സ്ഥലത്തെത്തും. അവിടെയായിരുന്നു നമ്മുടെ പവർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട കോളനികളൊക്കെ ഉണ്ടാക്കേണ്ടത്. അങ്ങോട്ടൊക്കെയുള്ള റോഡിന്റെ ഒക്കെ പണി, അതിന്റെ ആദ്യഘട്ട പണികളൊക്കെ ആരംഭിച്ചു. ഈ ശാന്തമല നിർദ്ദിഷ്ട പവർ ഹൗസ് കോളനിയിൽ നിന്നും 18 ഹെയർ പിന്നുകൾ കയറിയാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ പമ്പ ഡാമിൽ എത്തുവാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റോഡായിരുന്നു നിർമ്മിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഇന്നത്തെ ഗവി റൂട്ട് എന്ന് പറയുന്നത് ശബരിമല റൂട്ടിൽ നിന്നും പ്ലാപ്പള്ളിയിൽ പ്ലാന്തോട് ശാന്തമല എന്നുള്ള രീതിയിൽ ഗവിയിലേക്ക്, അല്ലെങ്കിൽ കൊച്ചുപമ്പ ഗവിയിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? ഇത് മാറ്റി ഇന്നത്തെ ആങ്ങാമൊഴി വഴിയുള്ള റോഡ് എപ്പോഴാണ് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാം ഘട്ട പദ്ധതിയായി അനുവാദം കിട്ടിയ 70 മെഗാവാട്ടിന്റെ പമ്പ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തന്നെ ഡാമിന്റെ നിർമ്മാണം ഉൾപ്പെടെ ആരംഭിച്ചു. ഇങ്ങനെ പമ്പ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ കക്കി ജലത്തെ, നമ്മുടെ കൂടുതൽ ജലത്തെ ഉപയോഗപ്പെടുത്തുവാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള നിരവധി പഠനങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻ അന്നത്തെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഒരു ജലവൈദ്യുത പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷനാണ് ഏറ്റവും രസകരമായ ഘട്ടം. അതിന്റെ ആ പ്ലാനിംഗ് സ്റ്റേജ്, ഏറ്റവും വിദഗ്ധരായ എഞ്ചിനീയർമാരെ, വിദഗ്ധരായ ആളുകളെ, ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടുന്ന ഒരു ഘട്ടവുമാണ് ഇൻവെസ്റ്റിഗേഷൻ. നിരവധി പഠനങ്ങൾക്ക് ശേഷം 5 പ്രപ്പോസലുകളാണ് അന്ന് മുമ്പോട്ട് വെച്ചത്. ഓരോ പ്രപ്പോസലുകളും എന്താണെന്ന് വളരെ പെട്ടെന്ന് നോക്കിപ്പോവാം. ഒന്നാമതായി പമ്പ ജലവൈദ്യുത പദ്ധതി, അതേപോലെ തന്നെ പമ്പ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് 70 മെഗാവാട്ടിന്റെ പദ്ധതി, അതേപോലെ തന്നെ കക്കിയിൽ ഒരു പ്രത്യേകം ഡാം കെട്ടുക. കക്കി എന്ന് പറയുമ്പോൾ ഓർത്തോണം, കക്കിയിൽ ആനത്തോടിൽ ഒരു ഫ്ലാങ്കിങ് ഡാമും കൂടിയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് വലിയ ഒരു ജലസംഭരണി ഉണ്ടാക്കുക. ഇതിൽ നിന്നും ഒരു പ്രത്യേക ടണൽ പെൻസ്റ്റോക്ക് വഴി ശാന്തമലയിലെ പവർ ഹൗസ് കുറച്ച് വലുതാക്കി അവിടെ മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുക. മൊത്തം 250 മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 2 ജലസംഭരണികൾ തമ്മിലും യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇതായിരുന്നു ഒന്നാമത്തെ പ്രപ്പോസൽ. രണ്ടാമത്തെ പ്രപ്പോസലായി മുമ്പോട്ട് വെച്ചത്, കക്കി റിസർവോയറിലെ വെള്ളം ഒരു ഇന്റർകണക്ടിംഗ് ടണൽ വഴി പമ്പ സംഭരണിയിൽ എത്തിച്ച് അവിടെ നിന്നും വെള്ളം പതിവ് പോലെ ടണൽ പെൻസ്റ്റോക്ക് വഴി ശാന്തമലയിൽ എത്തിച്ച് 250 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുക. അതായത് കക്കിയിലെ വെള്ളം കൂടി നമ്മൾ പമ്പയിലേക്ക് കൊണ്ടുപോകുന്നു ഇന്റർകണക്ടിംഗ് ടണൽ വഴി. മൂന്നാമത്തെ ഒരു പ്രപ്പോസൽ, പമ്പ സംഭരണിയിൽ നിന്നും ഇന്റർകണക്ടിംഗ് ടണൽ വഴി ജലം കക്കിയിൽ എത്തിച്ച് കക്കി സംഭരണിയിൽ നിന്നും ടണലും പെൻസ്റ്റോക്കും വഴി ശാന്തമലയിൽ എത്തിച്ച് 250 മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഈ 3 പ്രപ്പോസലുകളിലും നമ്മുടെ മൂഴിയാർ എന്നൊരു സ്ഥലം നമ്മുടെ പിക്ചറിലോട്ട് വരുന്നില്ല. നാലാമത്തെ പ്രപ്പോസലിൽ നമുക്ക് ഒന്നാം ഘട്ടത്തിൽ അനുവാദം കിട്ടിയതുപോലെ പമ്പ ജലവൈദ്യുത പദ്ധതി, അതേപോലെ തന്നെ പമ്പയിൽ നിന്ന് ടണലും പെൻസ്റ്റോക്കും വഴി ശാന്തമലയിൽ എത്തിച്ച് 70 മെഗാവാട്ടിന്റെ ഒരു പവർ ഹൗസ്, കക്കി റിസർവോയറിൽ നിന്നും ടണലും പെൻസ്റ്റോക്കും വഴി മൂഴിയാറിലേക്ക് ഒരു വേറൊരു പവർ ഹൗസ്, ഇപ്പോൾ ഉള്ള നിലവിൽ വരുന്ന പവർ ഹൗസിന്റെ അടുത്ത് അവിടെ തന്നെ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു പവർ ഹൗസ് നിർമ്മിക്കുക. ഈ 2 റിസർവോയറുകളും തമ്മിൽ ഇന്റർകണക്ടിംഗ് ടണലുകളൊന്നുമില്ല. അത് 2 പ്രത്യേക പദ്ധതികൾ പോലെ, പമ്പ ജലവൈദ്യുത പദ്ധതിയും കക്കി ജലവൈദ്യുത പദ്ധതിയും എന്ന 2 പ്രത്യേക പദ്ധതികൾ പോലെ ആയിരുന്നു 4ാം ഘട്ടം വിഭാവനം ചെയ്യുന്നത്. പമ്പാ നദീതടത്തിലെ ജലത്തിന്റെ പരമാവധി ഉപയോഗ സാധ്യത കൂടുതലായി പഠിക്കുകയും ആ ഉപയോഗ സാധ്യത ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ജലത്തെയും, പമ്പയിലെയും കക്കിയിലെയും മുഴുവൻ ജലത്തെയും മൂഴിയാറിൽ ഒരു പവർ ഹൗസ് നിർമ്മിച്ച് അവിടെ കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് താഴേക്ക് വിടുന്നതാണ് ഏറ്റവും പ്രയോജനപ്രദമെന്ന് നമ്മുടെ എഞ്ചിനീയർമാർക്ക് മനസ്സിലായി. അതുകൊണ്ട് പമ്പ റിസർവോയറിൽ നിന്നും ജലത്തെ ഒരു ഇന്റർകണക്ടിംഗ് ടണൽ വഴി കക്കി റിസർവോയറിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് കക്കി റിസർവോയറിൽ ഡാമിനടുത്ത് നിന്നും ഒരു 5.5 കിലോമീറ്റർ നീളമുള്ള ടണലും ഒരു 3 കിലോമീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പുകളും, കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകളും വഴി ഇന്നത്തെ മൂഴിയാർ, ഇന്നത്തെ പവർ ഹൗസിന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ പവർ ഹൗസ് നിർമ്മിക്കുന്ന ഒരു പ്രപ്പോസൽ വന്നു. ഇതിന് 1960 പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നും അനുവാദം ലഭിച്ചത്. അമേരിക്കയുടെ സാമ്പത്തിക സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. 1960 പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചെങ്കിലും
അന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരിസ്ഥിതി കാരണം അമേരിക്കയുമായി ഒരു ലോൺ അഗ്രിമെന്റ് ഒപ്പിടാൻ ഉണ്ടായ കാലതാമസവും അതേപോലെ തന്നെ അക്കാലത്ത് ഉണ്ടായ സിമന്റിന്റെ ദൗർലഭ്യവും മൂലം നമുക്ക് ആ പദ്ധതി അല്പം നീണ്ടുപോയി. 1967 300 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ശബരിഗിരി പവർ ഹൗസ് പൂർണ്ണമായും കമ്മീഷൻ ചെയ്തത്. ഇങ്ങനെ നമ്മുടെ പദ്ധതിയുടെ പ്രധാന പവർ ഹൗസും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ മൂഴിയാറിൽ നിർമ്മിച്ചത് കൊണ്ടാണ് നമുക്ക് പ്ലാപ്പള്ളി വഴിയുള്ള റോഡ്, പ്ലാപ്പള്ളി പ്ലാന്തോട് വഴി ശാന്തമല വഴിയുള്ള ഹെയർപിൻ വളവുള്ള റോഡ് ഗവിക്ക് പിന്നെ ഉപേക്ഷിച്ചു. ഇതിന്റെ നിർമ്മാണ തുടക്കക്കാലത്ത് തന്നെ നമുക്ക് കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കക്കിയാറിന് വഴിയെ ഉണ്ടായിരുന്ന താൽക്കാലിക പാലം അന്നത്തെ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയൊക്കെ ചെയ്തു. എന്തായാലും അന്ന് പ്ലാപ്പള്ളിയിൽ നിന്ന് 17 കിലോമീറ്ററോളം നമ്മൾ റോഡ് നല്ലതുപോലെ വെട്ടി അവിടെ നിന്ന് തിരിച്ചാണ് നമ്മുടെ ഗവിയിലേക്കുള്ള വഴി തുടക്കം കുറിച്ചത്. അതിന്റെ ചെറിയ മെറ്റൽ റോഡ് പോലെയൊക്കെ ഉണ്ടാക്കി കുറച്ചതൊക്കെ. പക്ഷെ ഈ റോഡ് നാം ഉപേക്ഷിച്ചു കളഞ്ഞെങ്കിലും നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായത് അന്ന് ശബരിമല തീർത്ഥാടകർക്ക് ഈ റോഡ് വീണ്ടും തുടർച്ചയായി പോയിട്ടാണ് പമ്പ ത്രിവേണിയിലേക്ക് റോഡ് വെട്ടിയത്. അപ്പോൾ നമുക്ക് ഈ റോഡ് കേരളീയർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുകയുണ്ടായി. പ്ലാപ്പള്ളിയിൽ നിന്നും വീണ്ടും മൂഴിയാറിലേക്ക് പോകാൻ ആങ്ങാമൂഴി വഴി പ്ലാപ്പള്ളി ആങ്ങാമൂഴി വണ്ടിപ്പെരിയാർ റോഡ്, പ്ലാപ്പള്ളി ആങ്ങാമൂഴി മൂഴിയാർ കക്കി ഡാം, പമ്പ ഡാം, ഗവി, അങ്ങനെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴി വണ്ടിപ്പെരിയാറിലേക്ക് റോഡ് വെട്ടി. ഈ റോഡെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡാണ് നിർമ്മിച്ചത്. 1967 ഈ ഡാമുകളും പവർ ഹൗസും ഒക്കെ പൂർത്തിയായി. അതിനുശേഷം 1980 കക്കി റിസർവോയറിന് ഒരു ഓഗ്മെന്റേഷനായി അപ്പർ മൂഴിയാറിന് കുറുകെ ഒരു മണ്ണും കൊണ്ടുണ്ടാക്കിയവരാണ് എർത്തൻ ഡാമാണ്. അത് നിർമ്മിച്ചതിന് ശേഷം അവിടുത്തെ വെള്ളം ഒരു ടണലടിച്ച് കക്കി റിസർവോയറിലേക്ക് വിട്ട് കക്കി റിസർവോയറിന് ഒരു ഓഗ്മെന്റേഷൻ നടത്തുകയുണ്ടായി. തുടർന്ന് 1990കളിൽ പമ്പ റിസർവോയറിനെ ഓഗ്മെന്റേഷൻ, ഇതൊക്കെ ഒറിജിനൽ പ്രപ്പോസലിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പം 1990കളിലാണ് അത് മെറ്റീരിയലൈസ് ചെയ്തത്. അന്ന് ഗവിയാർ, ഉള്ളാർ, മീനാർ 1, മീനാർ 2 അങ്ങനെ 4 ഓഗ്മെന്റേഷൻ ഡാമുകൾ നിർമ്മിക്കുകയും ആ 4ൽ നിന്നും ഓരോന്നിൽ നിന്നും ഘട്ടം ഘട്ടമായി വെള്ളം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോയി അത് പമ്പ റിസർവോയറിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പൊ അന്നാണ് 1990കളിലാണ് നമുക്ക് ഈ ഗവി ഡാം എന്ന് പറയുന്ന ഇന്ന് നാം കാണുന്ന ഈ ഗവിയും ഗവി തടാകവും ഒക്കെ അവിടെ ഉണ്ടായത്. പമ്പാ നദീതടത്തിലെ ജലത്തെ പൂർണ്ണമായും പരമാവധി ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിലുള്ള സമഗ്ര പദ്ധതി, ഇന്റഗ്രേറ്റഡ് പദ്ധതിയായി വിഭാവനം ചെയ്ത് ഇന്നത്തെ രീതിയിൽ നടപ്പിലാക്കിയതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ പിന്നീടുണ്ടായി എന്ന് നാം മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. മൂഴിയാർ പവർ ഹൗസിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളം കൊണ്ട് കക്കാട്ടാറ്റിൽ ഒരു കാസ്കേഡ് പോലെ 5 ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ സ്വകാര്യ മേഖലയിലും KSEBയുടെ ഉടമസ്ഥതയിലുമായി 5 പദ്ധതികൾ പിന്നീട് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ഇവയെല്ലാം ചേർന്ന് 87.5 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി നാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയ ഒരു ഗുണമാണ്. അതേപോലെ തന്നെ മണിയാർ ഇറിഗേഷൻ ബാരേജ്, അതിൽ ഈ ശബരിഗിരിയിൽ നിന്നും പുറത്തുള്ള വരുന്ന വെള്ളം ഉപയോഗിച്ച് നാം ഇറിഗേഷൻ സിസ്റ്റം, പമ്പ ഇറിഗേഷൻ പ്രോജക്ട്, ഇതേക്കുറിച്ചൊക്കെ നാം കഴിഞ്ഞ വീഡിയോകളിൽ വിശദമായി പറയുകയുണ്ടായി. നമ്മുടെ പദ്ധതി ഇന്നത്തെ രീതിയിൽ ഇങ്ങനെ വിഭാവനം ചെയ്തതുകൊണ്ട് ഗവി വഴി ടൂർ പോകുന്നവർക്ക് ഇങ്ങനെ ഹെയർപിൻ വളവ് ചിലർ ആസ്വദിക്കുന്നവരാണ്. അങ്ങനെ ആസ്വദിക്കാത്തവർക്ക് നല്ല സുഖമായി യാത്ര ചെയ്ത് നമുക്ക് വണ്ടിപ്പെരിയാർ വഴി പുറത്തിറങ്ങാം. അപ്പം അതുകൊണ്ട് വളരെ നല്ല ഒരു റൂട്ടാണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ ഉള്ള വഴി മൂലം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ പദ്ധതി ഈ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടുണ്ടായ ഒരു ഗുണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന കൊടുങ്കാടാണ് കക്കിയും ഗവിയും ഒക്കെ. അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് KSEBയിലെ 1ാം തലമുറക്കാരായ സിവിൽ എഞ്ചിനീയർമാർ ഈ രാജ്യത്തിന്റെ ഈ സമ്പത്ത് പടുത്തുയർത്തിയത്. അവർ സമയാസമയങ്ങളിൽ വേണ്ട രീതിയിൽ പമ്പാ നദീതടത്തിലെ മുഴുവൻ ജലവും അതിന്റെ പരമാവധി ഉപയോഗം ലഭിക്കത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ പ്ലാനിംഗ് കമ്മീഷനെ ബോധ്യപ്പെടുത്തുകയും സംസ്ഥാന സർക്കാരുകളെയൊക്കെ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ഈ നമ്മുടെ ജലം മറ്റാരും എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ പൂർണ്ണമായും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ പരമാവധി പ്രവർത്തിച്ച 1ാം തലമുറ എഞ്ചിനീയർമാരുടെ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ശബരിഗിരിയുടെയും കക്കിയുടെയും ഗവിയുടെയും ഒക്കെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായി രേഖപ്പെടുത്തുക. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.